ഇന്ത്യൻ മണ്ണിൽ തീവ്രവാദം വളർത്തിയ ഇന്ത്യക്കാരെ ഇപ്പോഴും വെല്ലുവിളിക്കുന്ന പഹൽഗാമിലെ മരണപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഇന്ത്യൻ പട്ടാളക്കാരെ പോലും കൊന്നൊടുക്കുമെന്ന് വീരവാദം പറയുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു വ്യക്തിക്കും കേരളം സംരക്ഷണം കൊടുക്കില്ല. ഒരു കേരളീയന്റെ ചോര കൂടിയാണ് പാകിസ്ഥാനികൾ കാശ്മീരിന്റെ മണ്ണിൽ ചൊരിച്ചത്. അതിന് കേരളം മാപ്പ് കൊടുക്കില്ല. കേരളത്തിൽ വിസയോടുകൂടിയുള്ള മുഴുവൻ പാകിസ്ഥാനികളെയും തിരിച്ചയക്കാൻ കേന്ദ്രത്തിന്റെ അനുമതി തേടി കേരളം. കോൺഗ്രസും ബി.ജെ.പിയും കേരളത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുമ്പോൾ രാജീവ് ചന്ദ്രശേഖറും സതീശനും ഈ ദുരവസ്ഥയിലും രാഷ്ട്രീയം പറഞ്ഞ് സിനിമാ ഡയലോഗ് പറഞ്ഞ് വലിയ ആളാകാൻ ശ്രമിക്കുമ്പോഴും കേരള മുഖ്യമന്ത്രി ഇന്ത്യൻ ജനതയുടെ നോവിനെ നെഞ്ചേറ്റുന്ന കാഴ്ചയാണ്. രാഷ്ട്രീയം മാറ്റിവെച്ച് മതവർഗ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് പൊലിഞ്ഞുപോയ 26 പേരുടെ ചോര തന്നെയാണ് കേരളത്തിലെ മനുഷ്യരുടെ ഞരമ്പുകളിലും ഓടുന്നത് എന്ന് തെളിയിക്കുന്നതാണ് കേരളം. മൊത്തം 104 പേരാണ് പാകിസ്ഥാനികളായി കേരളത്തിൽ കഴിയുന്നത്. അതിൽ 8 പേർ ഇതിനോടകം തന്നെ മടങ്ങിയിട്ടുണ്ട്. ഇന്നലെ കേന്ദ്രമന്ത്രി അമിത്ഷായാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുമായി അവരുടെ സംസ്ഥാനങ്ങളിൽ കഴിയുന്ന പാകിസ്ഥാനികളെ എത്രയും വേഗം തിരിച്ചയക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാൻ അറിയിച്ചത്. അതിന്റെ പിന്നാലെയാണ് കേരളവും കേരളത്തിലുള്ള മുഴുവൻ പാകിസ്ഥാനികളുടെയും എണ്ണമെടുക്കുകയും പുറത്താക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. മറ്റു സംസ്ഥാനങ്ങളെക്കാളും ദ്രുതഗതിയിലാണ് കേരളം തങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. എന്നാൽ പാകിസ്ഥാനികളെ പുറത്താക്കുന്നതിൽ ചില ആശങ്കകൾ നിലനിൽക്കുന്നതിനാൽ അതിനോട് എത്രയും വേഗം തന്നെ കേന്ദ്രത്തിന്റെ നിർദ്ദേശം തേടാനും കേരളം മറന്നില്ല. ഇന്ത്യൻ മണ്ണിനെ തൊട്ടുകളിച്ച കേരളത്തിന്റെ മണ്ണിലെ ഒരു മനുഷ്യന്റെ ചോരയെടുത്ത പാകിസ്ഥാനികളെ യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ പുറത്താക്കാൻ തന്നെയാണ് കേരള സംസ്ഥാനത്തിന്റെയും തീരുമാനം. എന്നാൽ ചില വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയൂ എന്നുള്ളത് കൊണ്ടാണ് കേന്ദ്രത്തിന്റെ അഭിപ്രായം കേരളം ആരാഞ്ഞത്. നിലവിൽ കേരളത്തിലുള്ളവർ താൽക്കാലിക വിസയിലെത്തിയ ബിസിനസ്സുകാർ, വിദ്യാർത്ഥികൾ, ആരോഗ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നവർ എന്നിവരാണ്. ഇതിനു പുറമെ കേരളത്തിൽ ദീർഘാടിസ്ഥാനത്തിലുള്ള വിസയുമായി വന്ന ചിലരുമുണ്ട്. നാളെയാണ് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പാകിസ്ഥാനികൾക്ക് പൂർണ്ണമായും ഇന്ത്യ വിടാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്ന അവസാന തീയതി. എന്നാൽ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവർക്ക് 29 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. 29-ന് ശേഷം പാകിസ്ഥാനികൾക്ക് ഇന്ത്യയിൽ തുടരാൻ യാതൊരു കാരണവശാലും കഴിയില്ല. എന്നാൽ സംസ്ഥാന പോലീസിന് മാത്രമായി പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ ഇതിൽ തടസ്സമുള്ള പശ്ചാത്തലത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൂടി സമീപിച്ചുകൊണ്ട് ഒരു കൂട്ടായ തീരുമാനത്തിലേക്കാണ് കേരളം എത്തുന്നത്. അതേസമയം ഇന്ത്യയിൽ നിന്ന് തിരിച്ചയക്കുന്ന പാകിസ്ഥാനികളെല്ലാം മുസ്ലിങ്ങളാണ്. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന സ്ഥിരതാമസം നടത്തുന്ന ഹിന്ദുക്കൾക്ക് തിരികെ പോകാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം ഇതുവരെയും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യയിൽ തുടരാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയം എന്തായാലും പഹൽഗാമിൽ ഉണ്ടായ കൂട്ടക്കുരുതിയിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വൻ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന കാര്യം കേരള മനസാക്ഷി മുഴുവൻ ഒന്നടങ്കം തിരിച്ചറിയുമ്പോൾ പാകിസ്ഥാനികളോട് അനുഭാവപൂർവമായ യാതൊരു സമീപനവും കൈക്കൊള്ളില്ല എന്ന ശക്തമായ നിലപാട് കേരളവും തുടർന്നുകൊണ്ട് കേന്ദ്രത്തിനൊപ്പം തന്നെ നിൽക്കുകയാണ്.